elementary mates or basic mates. ചെസ് ഗെയിമിലെ 5 ബേസിക് മേറ്റ്സ് ആണുള്ളത്. ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിങ്, റൂക്ക്, റൂക്ക്, കിങ്, കിങ് ക്വീൻ വേഴ്സസ് കിങ്, കിങ് ആൻഡ് റൂക്ക് വേഴ്സസ് കിങ്, കിങ് ആൻഡ് ഡബിൾ ബിഷപ്പ് വേഴ്സസ് കിങ്, കിങ് ആൻഡ് ബിഷപ്പ് നൈറ്റ് ആൻഡ് വേഴ്സസ് കിങ്. ഈ 5 മേറ്റ്സ് പഠിക്കൽ ഇറ്റ്സ് എ മസ്റ്റ് ഫോർ എവറി ബിഗിനർ ആയാലും ഒരു ഹോബി ചെസ് പ്ലെയർ ആയാലും ഈവൻ എ കാഷ്വൽ ചെസ് പ്ലെയർ. ഇറ്റ്സ് എ സ്കിൽ. ഇതൊരു നോളേജാണ്. ഈ നോളേജ് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതൊരു സ്കില്ലാക്കി എടുത്തിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സോ ഇത് പഠിച്ച് കഴിഞ്ഞാലുള്ള ഗുണം നമ്മുടെ ഗെയിമിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. പീസുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഈ ടെക്നിക്കോട് കൂടിയിട്ട് കിങ്ങിനെ ഫിനിഷ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എവ്രി വൺ ദോസ് ഹു ഹാവ് നോട്ട് ലേൺഡ് ഇറ്റ്, ഇത് പഠിക്കണം, വളരെ പെട്ടെന്ന് പഠിക്കണം, ഇത് പ്രാക്ടീസ് ചെയ്യണം, ഇത് നിങ്ങളുടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം, അപ്ലൈ ചെയ്യും വേണം. ഓക്കെ, സോ ആ ഒരു ടാസ്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊസിഷൻസ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ എല്ലാ എൻ ഗെയിമിലുള്ള ഇറ്റ്സ് എൻ ഇൻട്രാക്റ്റീവ് വൺ. യു ക്യാൻ പ്രാക്ടീസ് ദിസ് വിത്ത് കമ്പ്യൂട്ടർ. So let's begin how to do this one. So this is going to be that video. വളരെ helpful ആയിരിക്കും. So let's see. The first one on the board is a king and a rook versus king. And നമ്മളിവിടെ കുറച്ച് നോക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ കിങ് റിസ്ട്രിക്റ്റഡ് ആണ്. 1 2 3 4 5 ഇൻക്ലൂഡിങ് ദാറ്റ് സ്ക്വയർ 6 സ്ക്വയേഴ്സിലേക്ക് അവൈലബിൾ ആണ്. റൂക്സ് വെരി പവർഫുൾ ആണ്. ആസ് വി നോ, അവർ ഒത്തിരി റാങ്ക്സും ഫയൽസും എല്ലാം കൺട്രോൾ ചെയ്യും. സോ ദ ഫസ്റ്റ് തിങ് യു വാണ്ടഡ് ടു ഡു ഈസ് കിങ്ങിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ല. ലെറ്റ് ദ കിങ് ബി ഓൺ ദ ബാക്ക് റാങ്ക്. അതിൻ്റെ 8th റാങ്കിൽ തന്നെ വേണം. കിങ്ങിനെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യരുത്. സോ വൺ ഓഫ് ദ റൂക്ക് വിൽ ടേക്ക് ഓവർ ദ 7th റാങ്ക്. ദ ഫസ്റ്റ് തിങ് ഈസ് റിസ്ട്രിക്ഷൻ ആൻഡ് ദ അതർ റൂക്ക് വിൽ ഡെലിവർ ദ ഫൈനൽ ബ്ലോ. ചെക്ക്മേറ്റ് ആയിരിക്കും. കണ്ടോ, രണ്ട് റാങ്കും ഇതേപോലെ 2 റൂക്സും കൺട്രോൾ ചെയ്താൽ ദ ഗെയിം ഈസ് ഓവർ. സോ ഫസ്റ്റ് കിങ്ങിനെ റിസ്ട്രിക്റ്റ് ചെയ്യണം. സോ ഓൾ ദ പൊസിഷൻസ് ആർ വൈറ്റ് ടു പ്ലേ ആൻഡ് ദ മൂവ് ഈസ് സിമ്പിൾ. നൗ യു നോ ഇറ്റ്. റിസ്ട്രിക്ഷൻ ആണ് ഫസ്റ്റ്. ആൻഡ് ബൈ മിസ്റ്റേക്ക് ആയിരിക്കും റൂക്ക് ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഈ റൂക്ക് ഇങ്ങോട്ടേക്കോ പോയി ചെക്ക് വെക്കുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ റൂക്കിന് അല്ലെങ്കിൽ ദ അതർ റൂക്ക് ഇങ്ങോട്ടേക്ക് വന്നാലും സെയിം പർപ്പസ് ആണ്, സെയിം ഐഡിയ ആണ്. ഇനി നെക്സ്റ്റ് റൂക്ക് ഇതേ ഇവിടെ വന്നാൽ ദാറ്റ്സ് എ മേറ്റ്. കണ്ടോ, ഇനി റൂക്ക് കൊണ്ട് ഒത്തിരി ചെക്ക് ഇട്ടുണ്ട്. ഈ റൂക്ക് അങ്ങ് ചെക്ക് ഇട്ട് കഴിഞ്ഞാൽ കിങ് ഇങ്ങോട്ടേക്ക് കയറി വരും. സോ ദാറ്റ് റൂക്ക് ചെക്ക് വിൽ ബി എ മിസ്റ്റേക്ക്. സോ കിങ് കയറി വരുന്ന എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്യാനാണ് ഈ റൂക്ക് ഇവിടെ. നെക്സ്റ്റ് റൂക്ക് വിൽ ബി giving the check. So we call this a ladder checkmate. Ladder പോലെയാണ്, കോണി ഏണി പോലെയാണ്, ഒരു അപ്സ്റ്റേഴ്സ് പോലെയാണ്. just go for that one and that's game over. So simple. So how things happened, കിങ്ങിനെ ഫസ്റ്റ് എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് വരുന്നത് റിസ്ട്രിക്റ്റ് ചെയ്യണം. So that does by this move. Even equally this move is also does the same purpose. Check. Now the other rook will go there. You see, simple. Now let's go to the next one. ഒരു 5 പസിൽസ് ആണ് ഈ ഡബിൾ റൂക്കിലുള്ളത്. ഞാനിപ്പോൾ ഈ പൊസിഷന് വന്നിട്ടുള്ളത് ഒരു മൂവ് അപ്പാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ലാസ്റ്റ് പൊസിഷനിൽ കിങ് വാസ് ഓൺ ദാറ്റ് സ്ക്വയർ. ഇവിടെ ഒരു കിങ് ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്, എഗെയിൻ റിസ്ട്രിക്റ്റ്. കിങ് സെൻറ്ററിലേക്ക് ടുവേർഡ്സ് ദ സെൻറ്റർ വരൽ സ്റ്റോപ്പ് ചെയ്യണം. എനി ഓഫ് ദ റൂക്ക് വിൽ ഡു ദ ജോബ്. ഇതർ റൂക്ക് h6 അല്ലെങ്കിൽ ദ അതർ റൂക്ക് കമ്മിങ് ടു ദ a6 ഷുഡ് ബി ഫൈൻ. നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂക്കിനെ a6ലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അവരിങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഇനി 6th ഈ കിങ്ങിലേക്ക് ഇനി ഇങ്ങോട്ടേക്ക് റെസ്ട്രിക്റ്റഡ് ആണ് ബൈ ബിക്കോസ് റൂക്ക് വിൽ ടേക്ക് ഓവർ. ഇനി നെക്സ്റ്റ് റൂക്കിന് നമ്മളൊരു ഡ്യൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ റൂക്ക് ദ നെക്സ്റ്റ് റാങ്ക് ഷുഡ് കവർ അല്ലേ. അപ്പോൾ അവിടെ 6th റാങ്ക് ഈ റൂക്ക് കവർ ആയിട്ടുണ്ട്. നൗ ദ 7th റാങ്ക് ദ അതർ റൂക്ക് ഷുഡ് കവർ. ഓ ദാറ്റ്സ് എ ചെക്ക്. നൗ കിങ് ഈസ് അഗെയിൻ റിസ്ട്രിക്റ്റഡ് ടു അതിൻ്റേതായിട്ടുള്ള ലാസ്റ്റ് റാങ്കിൽ 8th റാങ്കിൽ മാത്രമായിട്ട് റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യരുത്. തിങ്കിങ് ദാറ്റ്സ് എ ചെക്ക്മേറ്റ് ബട്ട് ദർ ഇസ് എ ത്രെറ്റ് ഹിയർ റൈറ്റ്. നമ്മുടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഓപ്പണൻറ്റിൻ്റെ ത്രെറ്റ് എന്താണെന്നുള്ളതാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആസ്ക്. സോ ഇവിടെ കിങ് ഈ റൂക്കിനെ ക്യാപ്ചർ ചെയ്യും. സോ ഇവിടെ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ആൻഡ് പോസിബിളി ദ നീച്ചസ്റ്റ് ആൻഡ് ദ ക്ലീൻ വൺ ഈസ് ഈ റൂക്കിനെ എടുത്തിട്ട് ഓൾ ദ വേ ഇവിടേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ദ മാക്സിമം ഡിസ്റ്റൻസ്. ബട്ട് വൈ, ബിക്കോസ് അതർ റൂക്ക് ഷുഡ് ഗോ ദർ ഇൻ ദ നെക്സ്റ്റ് മൂവ് ഈ റൂക്ക് ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. അപ്പോൾ ഈ റൂക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ ഈ റൂക്കിൻ്റെയൊക്കെ റിസ്ട്രിക്റ്റഡ് ആവും. ആ റൂക്കിൻ്റെ ഓൺ ദ വേയിലാണ് വരുന്നത്. സോ ജസ്റ്റ് സ്റ്റോപ്പ് ബിഫോർ ദാറ്റ്. സോ ഈ റൂക്ക് ഇവിടേക്ക് വരുന്നു. നെക്സ്റ്റ് മൂവ് സിമ്പിൾ, ജസ്റ്റ് ഡെലിവർ ദ ചെക്ക്മേറ്റ്. ഞാൻ പറഞ്ഞ ലാഡർ അല്ലെങ്കിൽ അപ്സ്റ്റേഴ്സ്, ഇത് ലാഡർ പോലെയാണ് വരുന്നത്. ഇങ്ങനെ കോണി ഏണി ഇങ്ങനെ കയറി പോകുന്ന ആ ഒരു മെത്തേഡാണിത്. ഓർ ദർ വി കോൾ ഇറ്റ് ലോൺ മൂവർ എന്നും പറയാറുണ്ട്.
So anyway, the idea is simple. It's one of the easiest checkmate. Now let's look at the third one. Okay, third one ഞാൻ ഒന്ന് ബോർഡൊന്ന് മിറർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കിങ് ലാസ്റ്റ് പൊസിഷനിൽ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ജസ്റ്റ് ഉണ്ടോ അതൊരു ഇവിടെ ഫയൽ വൈസ് ആണ് നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ കിങ് സെൻറ്ററിൽ ടുവേർഡ്സ് ദ സെൻറ്ററിലേക്ക് വരും. ദാറ്റ് മസ്റ്റ് ബി സ്റ്റോപ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഇവിടെ നമ്മുടെ ഐഡിയ ഒരു റൂക്ക് ഇങ്ങോട്ടേക്ക് വരും, അടുത്ത റൂക്ക് അങ്ങനെ പോകും. ഉണ്ടോ ഈ രീതിയിലാണ് ചെക്ക്മേറ്റ് വെക്കേണ്ടത് നമ്മൾ. സോ ദ ഫസ്റ്റ് തിങ് ഈതർ ഓഫ് ദ റൂക്ക് ക്യാൻ കം ടു ദ ഡി ഫയൽ. ഇവിടെ ഫയൽ ത്രൂ ഫയലാണ് റിസ്ട്രിക്ഷൻ കിങ്ങിനെ കട്ട് ചെയ്യുന്നത്. ആൻഡ് കിങ് ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു ഫയൽ കൺട്രോൾ ചെയ്യാം. ആൻഡ് ദിസ് റൂക്ക് ഇവിടെ ഡി ഫയൽ ഉണ്ട്. സോ ദ അതർ റൂക്ക് വിൽ മെത്തഡിക്കലി കൺട്രോൾ. ദാറ്റ്സ് അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഒന്ന് ലാസ്റ്റ് ഇവിടെ എ ഫയലിലേക്ക് മാത്രം വന്നിട്ടുണ്ട്. ഇനി ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ടു ടേക്ക് ഓവർ നൗ ദ ബി ഫയൽ. ഇവിടെ ഈ റൂക്കിനും ബി ഫയലിലേക്ക് വരാം, അല്ലെങ്കിൽ ഈ റൂക്കിലും ബി ഫയൽ വരാം. സോ ദ ബെസ്റ്റ് വൺ വിൽ ബി ഈ റൂക്കിലേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് വരാം. അതിൻ്റെ ഐഡിയ ഈ അടുത്ത റൂക്ക് എ ഫയൽ വരും. സോ ആ റൂക്കിനെ അവിടെ മൂവ് ചെയ്തു. അപ്പോൾ അവർ ബ്ലാക്ക് സൈഡ് ഗോസ് ഫോർ കിങ് ടു A2. കിങ് A2ലേക്ക് പോയി. ആൻഡ് നൗ ദ തിങ് ഈസ് നമുക്കിങ്ങനെ ഇവിടെ ചെക്ക് വെക്കാൻ പറ്റുന്നില്ല. സോ ദ മെത്തേഡ് ഞാൻ ലാസ്റ്റ് പൊസിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം തിങ് ഇവിടെ ഇങ്ങോട്ടേക്ക് ചെക്കല്ല, കിങ് വിൽ ക്യാപ്ചർ അല്ലേ, ഓപ്പണൻറ്റിൻ്റെ കിങ് ഇവിടെ ക്യാപ്ചർ ചെയ്യും. സോ വി ഹാവ് ടു ഗോ ഫോർ അതർ വേ. ഈ റൂക്കിനെ A5ലേക്ക് വന്നാൽ ഇറ്റ്സ് ഗെയിം ഓവർ. സോ യു ഹാവ് ടു ഫൈൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് മൂവ്, മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദ കിങ്, ആൻഡ് ഇൻ ദ നെക്സ്റ്റ് മൂവ് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ചെക്ക്മേറ്റ്. കണ്ടോ? സോ ലോൺ മൂവർ മെത്തേഡ് ഡസ് ഇറ്റ്. ഇനി നെക്സ്റ്റ് പൊസിഷൻ പോവാം. ഇവിടെ റൂക്കിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്യൂട്ടി കൊടുക്കണം ഓരോ റൂക്കിനും. ഇവിടെ ഇൻ ദിസ് പൊസിഷൻ രണ്ട് റൂക്കിന് രണ്ട് കോർണറിലാണ് ഉള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് ഫയൽ വഴിയോ അല്ലെങ്കിൽ റാങ്ക് വഴിയോ കിങ്ങിനെ റിസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എനിവേ ഇവിടെ ലെറ്റ്സ് ഡിസൈഡ് ഇറ്റ് ഈതർ ഈ റൂക്ക് ഇങ്ങോട്ടോ ഈ റൂക്ക് ഇങ്ങോട്ടോ വെച്ചിട്ടും റിസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എനിവേ ഞാനിവിടെ ഈ റൂക്കിനെ ഇങ്ങോട്ടേക്ക് ചെക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ റൂക്കിനെ 4th റാങ്ക് കവേർഡായി. ഇനി നെക്സ്റ്റ് റൂക്കിന് 5th റാങ്കിലേക്ക് വെച്ചു. ഇപ്പോൾ 2 റാങ്കും കവേർഡാണ്. ഇനി നെക്സ്റ്റ് ഈ റൂക്കിനെ എടുത്തിട്ട് 6th റാങ്കിലേക്ക് വെച്ചു. കണ്ടോ, 2 റൂക്കും ഒത്തിരി റാങ്ക്സ് കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇമ്മീഡിയറ്റ്ലി കിങ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് റൂക്കിനെ. സോ റൂക്കിനെ കൊണ്ട് മാക്സിമം ഡിസ്റ്റൻസിലേക്ക് പോകണം വിതൗട്ട് ബ്ലോക്കിംഗ് ദ അതർ റൂക്ക്. ഈ മെത്തേഡ് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് 2 പൊസിഷൻസ് പറഞ്ഞതാണ്. ഇനി ഈ റൂക്കിനെ 5th റാങ്കിലുള്ള റൂക്കിനെ ഉണ്ടോ 6th റാങ്കിലേക്ക് വെക്കുകയാണ്. ആ റൂക്കിന് ഒരു ഡ്യൂട്ടി കൊടുത്തു. ആൻഡ് ദീസ് റൂക്സ് ആർ ഡൂയിങ് ഗുഡ് ജോബ്. ഇനി നെക്സ്റ്റ് ദ കിങ് ഈസ് സ്റ്റക്ക് ഹിയർ. സോ യു നോ ദ ബ്ലോ. ഓഫ് കോഴ്സ് ഈ റൂക്കാണ് ഇങ്ങോട്ട് വരുന്നത്, ഈ റൂക്ക് വരരുത്. വൈ? ബിക്കോസ് ദിസ് റൂക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കിങ്ങിന് എസ്കേപ്പ് സ്ക്വയർ ഒത്തിരി കിട്ടും. യു നോ ഇറ്റ് ഓൾറെഡി ബൈ നൗ. ആൻഡ് ദാറ്റ്സ് ഓവർ. നൗ ദ ലാസ്റ്റ് പൊസിഷൻ ഇൻ ദ കിങ് ആൻഡ് ദ റൂക്ക്. ഓക്കെ, ഇവിടെ അഗെയിൻ 2 റൂക്സ് ഇൻ ദ കോർണറിലാണ്. യു ക്യാൻ ഡിസൈഡ് കട്ടിങ് ത്രൂ ഫയൽസ് ഓർ റാങ്ക്. ഇവിടെ ഐ ഡിസൈഡഡ് ടു ഗോ ഫോർ ദ ഫയൽ 1. ഇവിടെ റൂക്ക് ഡി ഫയൽ കൺട്രോൾ ചെയ്തു. ഇനി നെക്സ്റ്റ് റൂക്ക് ഇ ഫയൽ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വന്നു. ഇനി ഐ വാണ്ടഡ് ഐഡിയലി ഇവിടെ റൂക്ക് എഫ് ഫയലാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ബട്ട് ദ കിങ് ഈസ് ദർ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, മാക്സിമം ഡിസ്റ്റൻസ് കിങ്ങിലേക്ക് വിത്തൗട്ട് റിസ്ട്രിക്റ്റിംഗ് ദ അതർ റൂക്ക് അല്ലേ. നമ്മുടെ ആ സ്റ്റെപ്സ് അല്ലെങ്കിൽ ലാഡർ ഐഡിയാസിലേക്ക് പോകുന്നുണ്ട്. ഇനി ഇവിടെ റൂക്ക് കറക്റ്റായിട്ട് അവിടെ വന്നു. ഇനി നെക്സ്റ്റ് റൂക്ക് വിൽ ഡു ദിസ് ജോബ്. യു സി, അത്രയും സിമ്പിളാണ്, പെർഫെക്റ്റ് ആണ്, സോ ഈസിയാണ്. So that was it, king and rook versus king. And let's go to the next chapter.